കോഴിക്കോട്ട് ഇന്നലെ രാത്രിയിൽ ഡിവൈഎഫ്ഐയുടെ വലിയൊരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു കോവൂരിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവിടെ ഈ രാത്രി കച്ചവടത്തിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്ന വലിയ പ്രശ്നം അവിടെ ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു. അതിനെതിരെയാണ് അവിടെ ഇപ്പോൾ ഇന്നലെ പ്രതിഷേധമുണ്ടായത്. ഇന്ന് അവിടെ നാട്ടുകാരും വ്യാപാരികളും തമ്മിലുണ്ടായി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP വിളിച്ച യോഗമടക്കും. രാവിലെ 11 മണിക്ക് ACP ഓഫീസിൽ വെച്ചാണ് യോഗം. പ്രദേശത്ത് രാത്രികാല കച്ചവടത്തിൻ്റെ മറവിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇന്നലെ രാത്രി നടക്കുകയും ചെയ്തത്. ചേതൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. നാട്ടുകാർ തന്നെ ആദ്യം പ്രതിഷേധവുമായി വരുന്നു. ഈ കോവൂരിലെ രാത്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്നത് ലഹരി ഇടപാടുകളാണ് എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. ഇന്നലെ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നു രാത്രിയിൽ. ഇന്നിപ്പോൾ അവിടെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ തമ്മിൽ ചർച്ചകൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. കോവൂരിൽ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ നാട്ടുകാരും അവിടെ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? മനു, കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളി ബൈപ്പാസിൽ നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. തുടർച്ചയായി 4ാം ദിവസവും രാത്രി കടകളടക്കാൻ നാട്ടുകാർ ശ്രമിച്ചതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതായത് വ്യാഴാഴ്ച രാത്രി സമാനമായി കടകൾ അടക്കാൻ ശ്രമിച്ചപ്പോൾ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയാണ്. MK അഷിനാണ് പരിക്കേറ്റത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചിൽ കടകളടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വ്യാപാരികൾ പ്രധാനമായും അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് ഈ രാത്രി കൂണുപോലെ മുളച്ചു വന്ന ഈ ഫുഡ് കോർട്ടുകൾ, അതായത് വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ലഹരി മരുന്ന് വിൽക്കുന്നു. ദൂരദേശത്തുനിന്ന് പോലും രാത്രി കാലങ്ങളിൽ ആളുകൾ ഇവിടെ എത്തി പുലരുവോളം തമ്പടിക്കുന്നു. അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ യുവാക്കൾ കൂട്ടമായി ബൈക്കുകളിലെത്തി പുലർച്ചയോളം ഇവിടെ തമ്പടിക്കുന്നു. ഇത് പരമാവധി ഒഴിവാക്കണം, ഈ നാടിനെ ലഹരി മരുന്നിൽ നിന്ന് മുക്തമാക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ കച്ചവടക്കാർ പറയുന്നത് ഇത്തരം സാമൂഹ്യ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലീസാണ് നടപടിയെടുക്കേണ്ടത്. രാത്രി പോലീസ് ഈ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയാൽ മതി. ആദ്യമൊക്കെ വ്യാപാരികൾ പറഞ്ഞത് കടകൾ അടക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ലക്ഷങ്ങൾ ലോണൊക്കെ എടുത്താണ് ഈ വ്യാപാരം ഇവിടെ തുടങ്ങിയത്, വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകും. പിന്നീട് സംഘർഷം രൂക്ഷമായപ്പോൾ അവർ പറഞ്ഞു പരമാവധി 12 മണിവരെയെങ്കിലും കച്ചവടം നടത്താൻ സമ്മതിക്കണമെന്നാണ് വ്യാപാരികൾ നിലപാടെടുത്തത്. എന്നാൽ നാട്ടുകാർ പറഞ്ഞത് 12 മണി പരമാവധി 10:30 വ്യാപാരം 10:30 ശേഷം വ്യാപാരം നടത്താൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവകക്ഷി യോഗം നടന്നിരുന്നു. സർവകക്ഷി യോഗം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഉമേഷിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ACPയുടെ ഓഫീസിൽ വെച്ചായിരിക്കും സർവകക്ഷി യോഗം നടത്തുക. വ്യാപാരികളും കൗൺസിലറും സ്ഥലത്തെ മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസും മറ്റും കടക്കുക. മനു, ശരി, നമുക്ക് നോക്കാം എന്തായാലും എന്താണ് അവിടെ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഒരു സമവായം ഇന്ന് അവിടെ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ലഹരി മാഫിയയുടെ ലഹരി ഇടപാടുകളുടെ വേരറുത്തേ നമുക്ക് പറ്റുകയുള്ളൂ. അതിന് ഏത് വിധത്തിലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അവിടെ നാട്ടുകാർ ആരോപിക്കുന്നത് ഈ രാത്രി കച്ചവടത്തിൻ്റെ മറവിൽ അവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മണിയോടുകൂടി കച്ചവടം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ വ്യാപാരികൾ അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ 2 തരത്തിലുള്ള പ്രശ്നം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ ആ വിഷയത്തെ മറികടക്കും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുമെന്നും കാത്തിരിക്കേണ്ടതാണ്.